Hello, welcome back to my channel. പഴം വെച്ചിട്ട് മിനിറ്റുകൾ കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഈ സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 5 പഴം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴമാണെങ്കിൽ ഒന്നും കൂടെ ഈ ഒരു പലഹാരം നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ 3 എണ്ണം നന്നായിട്ട് പഴുത്തിട്ടുള്ളതും 2 എണ്ണം ഒരു മീഡിയം പഴുപ്പുള്ളതാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അതല്ലാതെ വെള്ളത്തിലിട്ടിട്ട് വേണമെങ്കിലും പുഴുങ്ങിയെടുക്കാം കേട്ടോ. ഇതുപോലെ ആവിയിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ഇവിടെ പഴമൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ചൂടാറിയ ശേഷം ഞാൻ ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഒരു സ്പൂണോ ഫോർക്കോ ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കുക. കൈ വെച്ചിട്ട് വേണമെങ്കിലും ഉടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരിക്കലും മിക്സിയിലിട്ടിട്ടൊന്നും അടിച്ചെടുക്കരുത്. ഇതുപോലെ തന്നെ ഉടച്ചെടുക്കണം. ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങയുടെ അളവ് കുറച്ച് കൂടിയിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഫോർക്ക് വെച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. ഇതൊരു 1/2 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്ത ശേഷം ഇനി ഇതിലേക്ക് മൈദപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് മൈദപ്പൊടിയും 1/2 കപ്പ് അരിപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ ഷേപ്പാക്കി എടുക്കാം കേട്ടോ. ബോൾസായിട്ടോ അതല്ലെങ്കിൽ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലോ ഒക്കെ ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. എന്നിട്ട് എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മളിതിലേക്ക് അരിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അരിപ്പൊടിയൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഭാഗം നന്നായിട്ട് തന്നെ കളർ മാറി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ചധികം സമയം ഒന്ന് വേവിച്ചെടുത്ത ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ഒരു 10 സെക്കൻഡ് വെച്ചിട്ട് വേണം കേട്ടോ എണ്ണയിൽ നിന്ന് കോരി എടുക്കാൻ. അതല്ലെങ്കിൽ ഇത് നന്നായിട്ട് തന്നെ എണ്ണ കുടിക്കും. അപ്പോൾ ഇതുപോലെ എണ്ണയിൽ നിന്ന് കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു സ്നാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഈസി റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്